വീട്ടിലെത്തിയ വേദ കണ്ടത് നിശബ്ദമായ വീടാണ്. രുദ്രേഷ് വന്നിട്ടില്ല. 10 മണി കഴിഞ്ഞു. അവൾ ഡൈനിങ് ടേബിളിനരികിൽ പോയിരുന്നു. ഇന്ന് ഭക്ഷണം പോലും ഉണ്ടാക്കിയിട്ടില്ല. വിശപ്പേയില്ല. പുറത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. അവൾ തന്റെ ഫോണെടുത്ത് രുദ്രേഷിന്റെ പഴയ ചിത്രങ്ങൾ നോക്കി. ഒരു വീഡിയോയിൽ അവർ പിറന്നാൾ ആഘോഷിക്കുകയാണ്. രുദ്രേഷ് അവളെ പുറകെ നിന്ന് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഒന്ന് വിഷ് ചെയ്യൂ. അവന്റെ ആ പഴയ ചിരി ഓർത്ത് അവൾ വീഡിയോ നിർത്തി. ഇപ്പോൾ അത് കാണുന്നത് പോലും വേദയ്ക്ക് വലിയൊരു വേദനയായി മാറി. ഏതാണ് നിന്റെ യഥാർത്ഥ മുഖം? അന്നത്തെ ആ രുദ്രേഷാണോ അതോ ഇപ്പോഴത്തെ ഈ അപരിചിതനോ? അവൾ കരഞ്ഞുപോയി. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം. രുദ്രേഷ് നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളുമായി അകത്തേക്ക് വന്നു. വേദ എഴുന്നേറ്റു. പഴയ ശീലം പോലെ അവനെ തോർത്തെടുക്കാൻ പോയപ്പോൾ അവൾ പെട്ടെന്ന് നിന്നു. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. ആ ചെറിയ മടി പോലും അവർക്കിടയിലുണ്ടായ അകലം എത്ര വലുതാണെന്ന് വിളിച്ചു പറഞ്ഞു. കഴിച്ചോ? അവൻ ചോദിച്ചു. ഇല്ല. എന്തിനെ? വേദ കുറച്ചു സമയം നിശബ്ദമായി നിന്ന ശേഷം ശാന്തമായി പറഞ്ഞു. കാത്തിരുന്നെനിക്ക് മടുത്തു. ആ വാക്കുകൾ രുദ്രേഷിനെ സ്തംഭിപ്പിച്ചു. ആദ്യമായി വേദ തന്റെ വേദന നേരെ തുറന്നു പറഞ്ഞു. പക്ഷെ അതിൽ ഒരു ഒച്ചപ്പാടുമില്ലായിരുന്നു. ആ ശാന്തതയാണ് രുദ്രേഷിനെ വല്ലാതെ ഭയപ്പെടുത്തിയത്. കാത്തിരിക്കാൻ മടുത്തു. വേദമിത്രയുടെ ആ വാക്കുകൾ രുദ്രേഷിന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ചെറിയൊരു അസ്വസ്ഥതയെ തങ്ങി നിന്നു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ വേദ നന്നായി കരയാറുണ്ട്. അവളുടെ ശബ്ദം വിറയ്ക്കാറുണ്ട്. നീ എവിടെയായിരുന്നു എന്നവൾ ഉച്ചത്തിൽ ചോദിക്കാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമില്ല. അവൾ അങ്ങേയറ്റം ശാന്തയാണ്. ആ ശാന്തതയാണ് അവനെ വല്ലാതെ ആലോചനപ്പെടുത്തിയത്. കാരണം ആ നിശബ്ദതയിൽ ഒരു തകർച്ചയുടെ വലിയ ശബ്ദമുണ്ടായിരുന്നു. രുദ്രേഷ് പതിയെ തന്റെ കയ്യിലുണ്ടായിരുന്ന തോർത്തെടുത്ത് തല തുടയ്ക്കാൻ തുടങ്ങി. ജോലി തിരക്കുണ്ടായിരുന്നു. അവൻ പതിവ് പോലെ പറഞ്ഞു. വേദന ചിരിച്ചു. ആ ചിരി സന്തോഷത്തിന്റെ ഒരു കണിക പോലുമില്ല. വെറും വേദന മാത്രം. ശരി എന്നവൾ മറുപടി പറഞ്ഞു. അവൾ വീണ്ടും കസേരയിലേക്കിരുന്നു. രുദ്രേഷ് കുറച്ചു നിമിഷങ്ങൾ അവളെ തന്നെ നോക്കി നിന്നു. ഡൈനിങ് ടേബിളിന്റെ അപ്പുറത്ത് തൊടാത്ത ഭക്ഷണത്തട്ട്, തണുത്തുപോയ വെള്ളം നിറച്ച ഗ്ലാസ്, അവളുടെ കണ്ണുകൾക്ക് താഴെയുള്ള കറുത്ത പാടുകൾ. അവൾ ശരിക്കും അവനു വേണ്ടി കാത്തിരുന്നു. ഒരു കാലത്ത് ഈ കാഴ്ച അവന് വലിയൊരു ഊഷ്മളത നൽകിയിരുന്നു. വീട്ടിലെത്തുമ്പോൾ വേദയെ എങ്ങനെ കാണുന്നത് അവന് ആശ്വാസമായിരുന്നു. ഇന്ന് അതേ സ്നേഹം അവന് ശ്വാസം മുട്ടിക്കുന്ന ഒരു ഭാരമായി മാറിക്കഴിഞ്ഞു. ഭക്ഷണം കഴിക്കൂ, അവൻ പറഞ്ഞു. വേദ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിശപ്പില്ല. വേദ, അവൻ വിളിച്ചു. അവൾ മെല്ലെ തലയുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ ഇപ്പൊ കേവലം ക്ഷീണം മാത്രമല്ല ഉണ്ടായിരുന്നത്. പതിയെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീക്ഷയുടെ തിരുനാളം കൂടിയായിരുന്നു. രുദ്രേഷ് പെട്ടെന്ന് കണ്ണുകൾ മാറ്റി. കാരണം അവളെ നേരെ നോക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നേരിയൊരു കുറ്റബോധം തളർക്കുന്നുണ്ട്. പക്ഷെ ആ കുറ്റബോധം പോലും അവന്റെ ഉള്ളിലെ സ്വാർത്ഥതയെ തോൽപ്പിക്കാൻ പോന്നതായിരുന്നു. ആ രാത്രി വേദ കട്ടിലിന്റെ അരികെ ഇരുന്ന് മുടി അഴിച്ചുകൊണ്ടിരുന്നു. രുദ്രേഷ് ഫോണിൽ എന്തോ തിരക്കിലായിരുന്നു. മുറി മുഴുവൻ നിശബ്ദത. പക്ഷെ ആ നിശബ്ദത ഇപ്പോൾ സമാധാനമല്ല. രണ്ട് അന്യന്മാർ ഒരു മുറിയെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന അകൽച്ചയാണ്. വേദ പെട്ടെന്ന് ചോദിച്ചു. നമ്മൾ ഇങ്ങനെ എപ്പോഴാണ് മാറിപ്പോയത്? രുദ്രേഷിന്റെ വിരലുകൾ ഫോണിന് മേൽ നിശ്ചലമായി. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം? ഞാൻ ഓർക്കാൻ ശ്രമിക്കുകയാണ്. എവിടെ വെച്ചാണ് ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തിയത്? അവളുടെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. ആ വാചകം കേട്ടപ്പോൾ രുദ്രേഷിന്റെ നെഞ്ചിൽ എന്തോ ഒന്ന് അമർന്നു. വേദ ഇപ്പോഴും തെറ്റ് സ്വന്തം ഭാഗത്താണോ എന്ന് അന്വേഷിക്കുകയാണ്. അതാണ് അവളുടെ ഏറ്റവും വലിയ ദൗർബല്യം. ഇതൊക്കെ വെറും അമിതമായ ചിന്തകളാണ്. അവൻ ഫോണിലേക്ക് നോക്കി പറഞ്ഞു. വേദ ഇത്തവണ ചിരിച്ചില്ല, കരഞ്ഞുമില്ല. പകരം വളരെ ശാന്തമായി ചോദിച്ചു. നീ എന്നെ സ്നേഹിക്കുന്നില്ലേ ഇനി? മുറി വീണ്ടും നിശബ്ദമായി. ആ ചോദ്യം ഇപ്പോൾ അവരുടെ ഇടയിൽ ഒരു പ്രേതം പോലെ നിൽക്കുകയാണ്. രുദ്രേഷ് മറുപടി പറയാതെ ഫോൺ മാറ്റിവെച്ചു. ഉറങ്ങാൻ വേദ. അവൻ തിരിഞ്ഞു കിടന്നു. വീണ്ടും അവൻ അവളെ ഒഴിവാക്കി. വേദയുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. കാരണം ഇപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട്, സത്യം പറയാൻ ധൈര്യമില്ലാത്തവർ എപ്പോഴും ഈ നിശബ്ദതയുടെ പിന്നിലാണ് ഒളിക്കുന്നത്. മറു ദിവസം രാവിലെ മഴ പെയ്തു നിന്നിരുന്നു. ആകാശം മങ്ങിയ ചാരനിറത്തിൽ കാണപ്പെട്ടു. വേദ അടുക്കളയിൽ നിൽക്കുമ്പോൾ അവളുടെ കൈകളിൽ ചെറിയൊരു വിറയലും ക്ഷീണവും തോന്നി. ശരീരം ചൂടാകുന്നത് പോലെ. പക്ഷെ അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. പതിവ് പോലെ ചായ ഉണ്ടാക്കി, ഭക്ഷണം തയ്യാറാക്കി. ഉള്ളിൽ എത്ര തകർന്നാലും ഒരു വീട്ടിലെ ഭാര്യയുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ അവൾ ഇന്ന് ശ്രമിക്കുന്നുണ്ട്. രുദ്രേഷ് പുറത്തേക്ക് വന്നപ്പോൾ അവൾ ചായ അവന്റെ മുന്നിൽ വെച്ചു. അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. നിനക്ക് പനിയുണ്ടോ? വേദ ഒന്ന് ഞെട്ടിപ്പോയി. ഇല്ല. നിന്റെ മുഖം വല്ലാതെ തളർന്നിരിക്കുന്നു. ആ വാചകം കേട്ടപ്പോൾ വേദയുടെ ഹൃദയം വല്ലാത്തൊരു വേദനയോടെ മിടിച്ചു. എത്ര നാളുകൾക്ക് ശേഷമാണ് അവൻ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത്.
പക്ഷെ ആ ചെറിയ കരുതൽ പോലും ഇപ്പോൾ വല്ലാതെ വൈകിയതായിട്ടാണ് അവൾക്ക് തോന്നിയത്. അതൊന്നുമില്ല. അവൾ ഒരു നിർബന്ധിത പുഞ്ചിരി സമ്മാനിച്ചു. രുദ്രേഷ് അവളെ കുറച്ചു നിമിഷം നിരീക്ഷിച്ചു. പിന്നെ പെട്ടെന്ന് ഫോൺ എടുത്തു. ആ ചെറിയ ശ്രദ്ധ വീണ്ടും അവന്റെ ഉള്ളിൽ നിന്ന് മാഞ്ഞുപോയി. വേദ കണ്ണുകൾ താഴ്ത്തി. അവന്റെ കരുതൽ പോലും സ്ഥിരമല്ല. അത് വെറും ശീലത്തിന്റെ ഒരു നിഴൽ മാത്രമാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഓഫീസിൽ എത്തുമ്പോൾ വേദയുടെ ശരീരം കൂടുതൽ തളർന്നിരുന്നു. എങ്കിലും അവൾ ജോലിയിൽ മുഴുകാൻ ശ്രമിച്ചു. വീട്ടിലെ അന്തരീക്ഷത്തേക്കാൾ ഇവിടെ ശ്വാസം എടുക്കാൻ എളുപ്പമാണെന്ന് അവൾക്ക് തോന്നി. നന്ദന അരികിൽ വന്നിരുന്ന് ചോദിച്ചു, നിനക്ക് സുഖമില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. ചെറിയൊരു തലവേദനയുണ്ട്, വേദ പറഞ്ഞു. വേണമെങ്കിൽ വീട്ടിലേക്ക് പൊയ്ക്കൂടെ? വേദ ഉടനെ തലകുനിച്ചു. വേണ്ട, അവൾക്ക് വീട്ടിലേക്ക് പോകാൻ പേടിയാണ്. അവിടെ ആരും സംസാരിക്കാനില്ലാത്ത നിശബ്ദത മാത്രമാണ് കാത്തിരിക്കുന്നത്. അതേസമയം അഥർവ്വ അകത്തേക്ക് നടന്നു വന്നു. അവന്റെ കണ്ണുകൾ സ്വാഭാവികമായി വേദയിലേക്ക് നീണ്ടു. ഇന്ന് അവളുടെ മുഖം കൂടുതൽ വിളറിയിരിക്കുന്നു. കണ്ണുകൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അവൾ ശരിയായി നിൽക്കാൻ പോലും ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നി. അവൻ നടന്ന് അടുത്തേക്ക് വന്നു. ഫയൽ റെഡിയായോ? വേദ എഴുന്നേക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് തലയ്ക്കൊരു ചുറ്റൽ. അവൾ താഴേക്ക് വീഴാൻ തുടങ്ങിയ നിമിഷം അഥർവ്വ വളരെ വേഗത്തിൽ കൈ നീട്ടി അവളുടെ തോളി താങ്ങി. ഒരു സെക്കൻഡ് മാത്രം. മുറി മുഴുവൻ നിശബ്ദമായി. വേദയുടെ ശ്വാസം വേഗത്തിലായി. അഥർവിന്റെ കൈകൾ ഉറച്ചതായിരുന്നു. അതിൽ അനാവശ്യമായ മൃദുത്വമോ ഒന്നുമില്ല. കേവലം ഒരു സഹായം മാത്രം. ഇരിക്കൂ, അവൻ കഠിനമായ ശബ്ദത്തിൽ പറഞ്ഞു. വേദ പതിയെ കസേരയിലിരുന്നു. ഞാൻ ഓക്കെയാണ്. കള്ളം പറയരുത്. അവൻ നേരെ തുറന്നടിച്ചു. നന്ദന ഉടനെ വെള്ളവുമായി ഓടിയെത്തി. അഥർവ്വ അവളെ തന്നെ നോക്കി ചോദിച്ചു, ഡോക്ടറെ കാണണോ? വേദ തല കുനിച്ചു. വേണ്ട, നിനക്ക് നല്ല പനിയുണ്ട്, അവൻ കൃത്യമായി പറഞ്ഞു. വേദയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞൊഴുകി. എത്ര വ്യക്തമായാണ് അവൻ തന്റെ അവസ്ഥ വായിച്ചെടുക്കുന്നത്. രുദ്രേഷ് പോലും ശ്രദ്ധിക്കാത്തത്. അഥർവ്വ കുറച്ചു സമയം അവളെ നോക്കി നിന്നു. എന്നിട്ട് അജയോട് പറഞ്ഞു, ഇന്നത്തെ ജോലികളെല്ലാം ക്യാൻസൽ ചെയ്യൂ. സാർ, പക്ഷെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യൂ. അവന്റെ ശബ്ദം അവസാന വാക്കാണ്. അവൻ വീണ്ടും വേദയിലേക്ക് തിരിഞ്ഞു. ഇപ്പൊ തന്നെ വീട്ടിൽ പോകണം. വേദ മടിച്ചു. ജോലി? മനുഷ്യ ആരോഗ്യത്തോടെ ഇരുന്നാലേ ജോലി ചെയ്യാൻ പറ്റൂ. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ തങ്ങി. അഥർവ്വ പുറത്തേക്ക് നടന്നു. പോകുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, സ്വയം ശ്രദ്ധിക്കണം. വളരെ നിസ്സാരമായി പറഞ്ഞ ആ വാക്ക് വേദയുടെ കണ്ണുകളെ വീണ്ടും നനച്ചു. ആരോ ഒരാൾ ഇത്രയും ആത്മാർത്ഥമായി അത് പറയുന്നത് എത്ര നാളുകൾക്ക് ശേഷമാണ്. വൈകുന്നേരം വേദ വീട്ടിലെത്തിയപ്പോൾ ശരീരം കൂടുതൽ ചൂടായിരുന്നു. അവൾ സോഫയിലിരുന്ന് കണ്ണുകൾ അടച്ചു. വീട് നിശബ്ദം. രുദ്രേഷ് വന്നിട്ടില്ല. ഒരു നിമിഷം അവൾക്ക് തോന്നി, ഇപ്പോൾ താൻ ബോധം കെട്ട് വീണാലും ഇവിടെ ആരും അറിയാൻ പോകുന്നില്ലല്ലോ എന്ന്. ആ ചിന്ത അവളെ പേടിപ്പെടുത്തി. അവൾ ഫോൺ എടുത്ത് രുദ്രേഷിനെ ഒന്ന് വിളിക്കണം, തനിക്ക് പനിയാണെന്ന് പറയണം. പക്ഷെ അവൻ ഫോണെടുത്ത് ബിസിയാണ്, മീറ്റിംഗിലാണ് എന്ന് പറയുന്ന തണുത്ത മറുപടികൾ അവൾക്ക് ഓർമ്മ വന്നു. അവൾ ഫോൺ തിരികെ വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബെല്ലടിച്ചു. വാതിൽ തുറന്നപ്പോൾ നന്ദന കയ്യിൽ മരുന്നും സൂപ്പുമായി നിൽക്കുന്നു. വേദ അത്ഭുതപ്പെട്ടു. ഇതൊക്കെ അഥർവ്വ സാർ കൊടുത്തുവിട്ടതാണ്, നന്ദന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് പനിയുണ്ടെന്ന് കണ്ടപ്പോൾ ഇത് വാങ്ങാൻ അദ്ദേഹം പറഞ്ഞു. വേദ നിശ്ചലമായി നിന്നു. സ്വന്തം ഭർത്താവ് പോലും തിരക്കാത്ത സമയത്ത് ഒരു അപരിചിതൻ തനിക്കായി മരുന്ന് അയച്ചിരിക്കുന്നു. നന്ദന പോയതിനു ശേഷം ആ സൂപ്പ് ബൗളും പിടിച്ച് വേദ വാതിലിനരികെ നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അത് പ്രണയത്തിന്റെ കണ്ണുനീറായിരുന്നില്ല, മറിച്ച് വളരെ നാളുകൾക്ക് ശേഷം തന്റെ വേദനയെ ആരോ ഒരാൾ ശ്രദ്ധിച്ചതിന്റെ ആശ്വാസമായിരുന്നു അത്. വാതിൽ അടഞ്ഞു കഴിഞ്ഞ ശേഷവും വേദമിത്ര കുറച്ച് നിമിഷങ്ങൾ അനങ്ങാതെ അതേ സ്ഥലത്ത് തന്നെ നിന്നു. കയ്യിൽ ചൂടുള്ള സൂപ്പ് പാത്രവും അരികിലെ മേശപ്പുറത്ത് അഥർവ്വ കൊടുത്തുവിട്ട മരുന്നുകളും. മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭാരവും ഒപ്പം വിചിത്രമായൊരു കുളിർമയും അനുഭവപ്പെട്ടു. അവൾ പതുക്കെ നടന്ന് സോഫയിൽ പോയിരുന്നു. പുറത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കാൻ തുടങ്ങിയിരുന്നു. ജനൽ ചില്ലിലൂടെ വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നത് അവൾ നോക്കി നിന്നു. വേദ ആ പാത്രം കയ്യിൽ ചേർത്ത് പിടിച്ചു. അതിലെ ചൂട് അവളുടെ വിരലുകളിലേക്ക് പടർന്നുവെങ്കിലും അതിനേക്കാൾ വേഗത്തിൽ അവളുടെ ഉള്ളിലേക്ക് പടർന്നത് അപരിചിതമായൊരു വികാരമായിരുന്നു. ആരോ തന്നെ ശ്രദ്ധിക്കുന്നു, ആരോ തന്നെ ഓർക്കുന്നു, ആരോ സ്വയം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ഈ കരുതൽ പോലും അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം സ്വന്തം ഭർത്താവിൽ നിന്ന് താൻ കൊതിച്ച ആ കരുതൽ ഇപ്പോൾ മറ്റൊരാളിൽ നിന്ന് ലഭിക്കുമ്പോൾ അവളുടെ ഹൃദയം കുറ്റബോധത്തിലും ആശ്വാസത്തിലും ഒരുപോലെ വിങ്ങുകയായിരുന്നു. അവൾ കണ്ണുകൾ അടച്ചു. അഥർവിന്റെ ആ ശബ്ദം വീണ്ടും മനസ്സിൽ മുഴങ്ങി. കള്ളം പറയണ്ട. ആ വാചകം കേട്ട നിമിഷം തന്നെ അവൾ ഒന്ന് കരഞ്ഞു പോയിരുന്നു. കാരണം വളരെ നാളുകൾക്ക് ശേഷം താൻ പറയുന്ന ഞാൻ സുഖമായിരിക്കുന്നു എന്ന കള്ളം വിശ്വസിക്കാതെ തന്റെ വേദനയെ മനസ്സിലാക്കിയ ഒരാൾ മുന്നിലുണ്ടായിരുന്നു.
രാത്രി 9 കഴിഞ്ഞിരുന്നു. രുദ്രേഷ് ഇനിയും തിരിച്ചു വന്നിട്ടില്ല. വേദ മരുന്ന് കഴിച്ച് പുതപ്പ് മൂടി സോഫയിൽ കിടന്നു. ശരീരം ഇപ്പോഴും നല്ല ചൂടാണ്. കണ്ണുകൾ അടച്ചിരുന്നെങ്കിലും ഉറക്കം അവളുടെ അരികിലൂടെ പോലും പോകുന്നില്ല. ഫോൺ സ്ക്രീൻ ഇടയ്ക്കിടെ തെളിയുന്നുണ്ട്. പക്ഷെ അതൊന്നും രുദ്രേഷിൽ നിന്നുള്ള സന്ദേശങ്ങളല്ല. എല്ലാം ഓഫീസിലെ ഗ്രൂപ്പ് സന്ദേശങ്ങളാണ്. അതിനിടെ നന്ദനയുടെ ഒരു സന്ദേശം വന്നു. മരുന്ന് കഴിച്ചു? വേദ ചെറിയൊരു പുഞ്ചിരിയോടെ മറുപടി അയച്ചു. കഴിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നന്ദനയുടെ അടുത്ത സന്ദേശം കൂടി വന്നു. സാർ ചോദിച്ചു. ആ വരി കണ്ടതും വേദയുടെ ഹൃദയം നിശ്ചലമായി പോയി. സാർ ചോദിച്ചു. ഇത്രയും ചെറിയൊരു കാര്യത്തെ പോലും അഥർവ് തന്നെ ഓർക്കുന്നു എന്നത് അവളെ എന്തുകൊണ്ടാണ് ഇത്രയേറെ സ്പർശിക്കുന്നത്? അവൾ ആ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു. കാരണം വളരെ നാളുകളായി ഒരാളുടെ ആത്മാർത്ഥമായ കരുതൽ കാണാതെയാണ് അവൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതേസമയം അഥർവ് തന്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. മുന്നിൽ ഫയലുകൾ തുറന്നു കിടക്കുന്നുണ്ടെങ്കിലും അവന്റെ ശ്രദ്ധ അവിടെയല്ല. ജനലിനപ്പുറം പെയ്യുന്ന മഴയിലേക്ക് അവൻ നോക്കിയിരുന്നു. മുറിയിൽ മങ്ങിയ വെളിച്ചം മാത്രം. അവൻ കസേരയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. മനസ്സിനുള്ളിൽ വേദയുടെ മുഖം വീണ്ടും തെളിഞ്ഞു വന്നു. കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു, കൈകൾ വിറയ്ക്കുന്നു. എന്നിട്ടും മുഖത്ത് ആ നിർബന്ധിത പുഞ്ചിരി. ഞാൻ സുഖമായിരിക്കുന്നു. അവൾ പറഞ്ഞ ആ കള്ളം അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആളുകൾ തകർന്നു നിൽക്കുമ്പോഴും എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറയുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് താനും ഇതേ കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ ഓർമ്മ വന്നു. അന്ന് ആരും ചോദിക്കാനില്ലായിരുന്നു, ആരും തടയാൻ വന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടാകാം വേദയുടെ കണ്ണുകളിലെ വേദന അവഗണിക്കാൻ അവന് കഴിയാത്തത്. പെട്ടെന്ന് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. വരൂ, അവൻ പറഞ്ഞു. അമ്മ മീരാവർമ്മ അകത്തേക്ക് വന്നു. മകന്റെ മുഖത്തു നോക്കി ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു. ഇനിയും ഉറങ്ങിയില്ലേ? ജോലികളുണ്ട്, അവൻ മറുപടി പറഞ്ഞു. മീര അവന്റെ അരികിലെ കസേരയിൽ വന്നിരുന്നു. കള്ളം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവനെ നോക്കി. അഥർവിന് ചെറിയൊരു ശ്വാസം വിടേണ്ടി വന്നു. അമ്മയ്ക്ക് എപ്പോഴും തന്നെ നന്നായി അറിയാം. എന്താണ് പ്രശ്നം? ഒന്നുമില്ലമ്മേ. മീര കുറച്ചു സമയം മകനെ തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് പതിയെ ചോദിച്ചു. ആ പെൺകുട്ടിയെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? അഥർവ് പുരികം ചുളിച്ചു. ആരാ? വേദ. അവന്റെ കണ്ണുകളൊന്ന് മാറി. മീര അത് ശ്രദ്ധിച്ചു. കണ്ണുകൾ കണ്ടാൽ തന്നെ മനസ്സിലാകും, അമ്മ പറഞ്ഞു. അഥർവ് എഴുന്നേറ്റ് ജനലിന്റെ അരികിലേക്ക് നടന്നു. അവൾ അങ്ങേയറ്റം തകർന്നൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ടാണോ നീ അവളെ ഇത്രയേറെ ശ്രദ്ധിക്കുന്നത്? അവനൊന്നും വേണ്ടിയില്ല. ഉത്തരം അവനും അറിയില്ലായിരുന്നു. ഒരുപക്ഷെ താൻ ഒരു കാലത്ത് അനുഭവിച്ച അതേ വേദന അവളിലും കാണുന്നത് കൊണ്ടായിരിക്കാം. രാത്രി വൈകി രുദ്രേഷ് വീട്ടിലെത്തി. വാതിൽ തുറന്നതും അവന്റെ കണ്ണുകൾ ആദ്യം സോഫയിലേക്കാണ് പോയത്. പുതപ്പ് മൂടി കിടക്കുന്ന വേദ മുഖം ചുവന്നു തൊടുത്തിരിക്കുന്നു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. കോഫി ടേബിളിന്റെ പുറത്ത് മരുന്നിന്റെ കവറുകളും സൂപ്പ് പാത്രവും ഇരിക്കുന്നുണ്ടായിരുന്നു. രുദ്രേഷ് നെറ്റി ചൊളിച്ചു. പനിയാണോ? അവൻ പതുക്കെ വേദയുടെ നെറ്റിയെ തൊട്ടു. നല്ല ചൂട്. വേദ മെല്ലെ കണ്ണു തുറന്നു. ആ സ്പർശം അവൾക്ക് ഒരേ സമയം ആശ്വാസവും എന്നാൽ വലിയൊരു വേദനയുമായിരുന്നു. കാരണം ഒരു കാലത്ത് ഈ കൈകളായിരുന്നു അവളുടെ ഏറ്റവും വലിയ സുരക്ഷിത സ്ഥാനം. ഇന്ന് അതേ കൈകൾ മറ്റൊരാളെയും തൊടുന്നുണ്ടെന്ന് ഓർക്കുമ്പോൾ അവൾ അകത്തുനിന്ന് മരിച്ചു പോകുന്നു. നീ വന്നു. അവളുടെ ശബ്ദം വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ഡോക്ടറെ കണ്ടോ? വേദ തല കുനിച്ചു. മരുന്ന് കഴിച്ചു. ആര് വാങ്ങി? ആ ചോദ്യം കേട്ടപ്പോൾ അവളുടെ വിരലുകൾ പുതപ്പിൽ മുറുകെ. ഓഫീസിൽ നിന്ന് കൊണ്ടുതന്നു. ഓഫീസിൽ നിന്നോ? രുദ്രേഷ് വീണ്ടും ചോദിച്ചു. നന്ദനയാണ് കൊണ്ടുവന്നത്. രുദ്രേഷ് ഒന്നും വേണ്ടിയില്ല. പക്ഷെ അവന്റെ കണ്ണുകൾ ആ മേശപ്പുറത്തെ പാത്രങ്ങളിലേക്ക് നീണ്ടു. ആരെങ്കിലും പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങിയതാണെന്ന് വ്യക്തം. നിന്നെ ആരെങ്കിലും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോ? വേദ അവനെ നോക്കി. ആ ചോദ്യം സാധാരണ പോലെ തോന്നിയെങ്കിലും അവളുടെ ഉള്ളിൽ എന്തോ വലിയൊരു ഇളക്കം സൃഷ്ടിച്ചു. ഇല്ല. അതൊരു പാതി കള്ളമായിരുന്നു. അഥർവ് നേരിട്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കിയില്ലെങ്കിലും അവന്റെ കരുതൽ ഇതിനകം ആ വീട്ടിലെത്തി കഴിഞ്ഞിരുന്നു. രുദ്രേഷ് സോഫയുടെ അരികിലിരുന്നു. കുറച്ചു നേരം നിശബ്ദത. പിന്നെ അവൻ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട്? വേദയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇപ്പോൾ ചോദിക്കുന്ന ഈ കരുതൽ അവൾക്കൊട്ടും മതിയാകുന്നില്ല. എല്ലാം വല്ലാതെ വൈകിപ്പോയതുപോലെ തോന്നി. സുഖമാണ്. അവൾ വീണ്ടും അതേ കള്ളം പറഞ്ഞു. രുദ്രേഷ് അവളെ തന്നെ നോക്കി. നീ എപ്പോഴും സുഖമില്ലെങ്കിലും സുഖമാണെന്ന് പറയുന്നല്ലോ. ആ വാചകം കേട്ടപ്പോൾ വേദയ്ക്ക് ചിരി വന്നു. കാരണം ആ കാര്യം ആദ്യമായി തിരിച്ചറിഞ്ഞത് അഥർവായിരുന്നു, രുദ്രേഷല്ല. അടുത്ത ദിവസം വേദ ഓഫീസിലേക്ക് പോയില്ല. ശരീരം അപ്പോഴും വല്ലാതെ തളർന്നിരുന്നു. രാവിലെ ദേവികാമ്മ വിളിച്ചു. ശബ്ദം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു മോളെ. ചെറിയൊരു പനിയാണമ്മേ. ഞാൻ വരണോ? വേദ വേഗം വേണ്ടെന്ന് പറഞ്ഞു.
കാരണം അമ്മ വന്നാൽ താൻ തകർന്നു പോകുമായിരുന്നു. രുദ്രേഷ് കൂടെയുണ്ടല്ലോ. ആ വാചകം പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. കാരണം ഇപ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ പോലും അതിലൊരു അർത്ഥവും ഇല്ലെന്ന് അവൾക്ക് തോന്നുന്നു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വാതിൽ ബെല്ലടിച്ചു. വേദ പതുക്കെ എഴുന്നേറ്റ് വാതിൽ തുറന്നു. പുറത്ത് നന്ദന നിൽക്കുന്നു. കയ്യിൽ കുറച്ച് ഫയലുകളുമുണ്ട്. സാർ കൊടുത്തുവിട്ടതാണ്. വേദ അത്ഭുതത്തോടെ ഫയലുകൾ വാങ്ങി. ഇത്ര അത്യാവശ്യമാണോ ഇത്? അല്ല. നന്ദന ചിരിച്ചു. നിനക്ക് വെറുതെ ഇരുന്ന് ബോറടിക്കാതിരിക്കാൻ. വേദയുടെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു. ആരോ തന്റെ ഏകാന്തത പോലും തിരിച്ചറിയുന്നു എന്നത് വലിയൊരു ആശ്വാസമായിരുന്നു.